കുഞ്ഞുങ്ങൾ മിടുക്കരായി വളരണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളാണ് നമ്മളെല്ലാവരും. ആഗ്രഹിച്ചതുകൊണ്ട് മാത്രമായില്ല, ഇക്കാര്യത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പങ്ക് തിരിച്ചറിഞ്ഞ് അത് നിറവേറ്റാനും നമ്മൾ തയ്യാറായേ പറ്റൂ. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. രക്ഷിതാക്കളുമായി നിരന്തരം ഇടപെട്ടുകൊണ്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത്. നമ്മുടെ ഓരോ പെരുമാറ്റവും ക്യാമറ കണ്ണുകളിലൂടെ എന്ന പോലെ കുട്ടികൾ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കും. നിഷ്കളങ്കമായ മുൻവിധികളില്ലാത്ത ആ മനസ്സ് തൻ്റെ ചുറ്റുള്ളവരുടെ ജീവിത രീതിയാകും അധികം ജീവിതത്തിൽ പകർത്തുക. കുട്ടികൾ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾക്ക് അതിന് സ്വീകരിക്കാവുന്ന ഏറ്റവും നല്ല വഴി നമ്മൾ അവർക്ക് മാതൃക ആകുക എന്നതാണ്. നമ്മുടെ മക്കളെ ശിക്ഷിച്ചും ഉപദേശിച്ചും നേരെയാക്കി കളയാമെന്ന വ്യാമോഹം നമ്മൾ ആദ്യം തന്നെ ഉപേക്ഷിക്കണം. അവർക്ക് ആവശ്യം ഉപദേശമല്ല, നല്ല മാതൃകകളാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഓരോ ദിവസവും നിർദോഷം എന്ന് നാം സ്വയം ന്യായീകരിക്കുന്ന എന്തൊക്കെ തെറ്റായ മാതൃകകളാണ് നമ്മൾ അവർക്ക് മുന്നിൽ വേഷം കെട്ടിയാടുന്നത്. കൊച്ചു കൊച്ചു കളവുകൾ, നമ്മുടെ അയൽപ്പക്കക്കാരെക്കുറിച്ചുള്ള പരിഹാസങ്ങൾ, ബന്ധുക്കളെക്കുറിച്ചുള്ള പരദൂഷണങ്ങൾ, സുഹൃത്തുക്കളോടുള്ള വെല്ലുവിളികൾ, നമ്മുടെ കുടുംബജീവിതത്തിലെ ദിനേനയുള്ള കുടുംബ കലഹങ്ങൾ, ആക്രോശങ്ങൾ, അങ്ങനെ എന്തെല്ലാം ഓരോ ദിവസവും നമ്മൾ അവർക്ക് മുന്നിൽ കാട്ടിക്കൂട്ടുന്നത്. ഇതൊക്കെ അവർ പോലും അറിയാതെ നമ്മളിൽ നിന്നും അവരുടെ സ്വഭാവത്തിലേക്ക് അവർ പകർത്തുകയാണ്. കുട്ടികളുടെ പെരുമാറ്റ വൈകല്യത്തെപ്പറ്റി പരാതിപ്പെടുന്നതിന് മുമ്പ് നാം ഓരോരുത്തരും അതിന് എത്രമാത്രം കാരണക്കാരനാകുന്നുണ്ട് എന്ന് സ്വയം വിലയിരുത്തണം. എന്നിട്ട് തിരുത്താനുള്ളത് തിരുത്തണം. ഓൺലൈൻ ക്ലാസ് മുറിയിലായാലും കളിസ്ഥലത്തായാലും നമുക്ക് അറിയാവുന്ന പോലെ ഓരോ കുട്ടിയും വളരുന്നത് നമ്മുടെ സമൂഹത്തിലെ മറ്റു കുട്ടികളുമായി ഇടപഴകിക്കൊണ്ടാണ്. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, സ്വന്തം കുഞ്ഞ് നന്നാവണം എന്ന് ആഗ്രഹിക്കുന്നവർ അയൽപ്പക്കത്തെ കുഞ്ഞിനെ മെച്ചപ്പെടുത്താൻ ശ്രദ്ധിക്കണമെന്ന് ഒരു പഴമൊഴിയുണ്ട്. ആഗോളവൽക്കരണത്തിൻ്റെ കോവിഡിൻ്റെ ഈ പുതിയ യുഗത്തിലായാലും നമുക്കെല്ലാവർക്കും ഒറ്റയാന്മാരായി മെച്ചപ്പെടാനാവില്ല. കുട്ടി നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം കൂട്ടുകാരോടൊപ്പമായിരിക്കും സമയം ചെലവഴിക്കുക. ചുറ്റുപാടുകളെ മെച്ചപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമുക്കും മെച്ചപ്പെടാൻ ആവൂ. കുടുംബത്തിലെ മറ്റംഗങ്ങളോടും നാട്ടുകാരോടും സുഹൃത്തുക്കളോടും നമ്മുടെ സച്ചരിതരായ പൂർവികർ നമുക്ക് പഠിപ്പിച്ചു തന്ന മാതൃകാപരമായ ഇടപെടൽ കണ്ടുപഠിച്ചിട്ടാകണം നമ്മുടെ മക്കളുടെ വ്യക്തിത്വം അവർ രൂപപ്പെടുത്തേണ്ടത്. അല്ലെങ്കിൽ അവർ ഗുണനിലവാരമില്ലാത്ത സിനിമാ കഥാപാത്രങ്ങളുടെ ആരാധകരാകും. ടെലിവിഷനും ഇൻ്റർനെറ്റും മൊബൈൽ ഫോണും അടക്കി വാഴുന്ന നമ്മുടെ ഇന്നത്തെ ലോകത്ത് മക്കൾ ചെറുപ്പമായിരിക്കുമ്പോൾ നമ്മൾ വായിച്ചു കൊടുക്കുക. കുറച്ച് മുതിർന്നു കഴിഞ്ഞാൽ സ്വന്തമായി വായിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. കുട്ടികളിൽ വായനാശീലം വളർത്തിയാൽ അതിരുകളില്ലാത്ത അറിവുകളുടെ ലോകം അവർ തനിയെ വെട്ടിപ്പിടിച്ചുകൊള്ളും. മറ്റുള്ളവരോട് നാം കാണിക്കുന്ന ആത്മാർത്ഥത, സ്നേഹം, കരുണ, ആർദ്രത, പരിഗണന എന്നിവയ്ക്ക് മികച്ച മാതൃകകളായി നമ്മൾ ഉണ്ടാകണം അവരുടെ മുന്നിൽ. വിളമ്പിക്കൊടുക്കുന്ന ഭക്ഷണം മുഴുവൻ കഴിക്കാതെ കുട്ടി നഷ്ടപ്പെടുത്തുമ്പോൾ പട്ടിണി കിടക്കുന്ന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ഈ നാട്ടിലുണ്ടെന്ന തിരിച്ചറിവ് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. കഷ്ടപ്പെടുത്തുന്നവരെ കൈയയച്ച് സഹായിക്കുവാനും അവരുടെ പ്രശ്നങ്ങൾ ഇടപെട്ട് തന്നാലാവുന്നതും വിധം പരിഹരിക്കാനുമുള്ള പരിശീലനം കുട്ടികൾക്ക് ചെറുപ്പം മുതലേ ശീലിപ്പിക്കണം. അങ്ങനെ അവൻ വ്യക്തിത്വവും സ്വഭാവ ഗുണങ്ങളും മനുഷ്യ സ്നേഹമുള്ള ഉത്തമ ഒരു മനുഷ്യനായി വളരട്ടെ. ഇനിയുള്ള ലോകം ഇരുകൈകളും നീട്ടി കാത്തിരിക്കുന്നത് അവനെയാണ്. മിടുക്കന്മാരുടെ ഒരു ലോകം പുലരുവാനായി മിടുക്കരായ രക്ഷിതാക്കളാകുക നമ്മളെല്ലാവരും. ഏവർക്കും നന്മകൾ നേരുന്നു.